ഹനുമാൻ 8 തട്ടിക്കൊണ്ടുപോകുന്നവനെ നിശബ്ദനാക്കുന്നു. ഇന്ന് ലങ്ക നഗരത്തിന് ചുറ്റും ഒരു പ്രാവ് നിശബ്ദമായി പറന്നു. മറ്റ് ദിവസങ്ങളിൽ പ്രാവുകൾ പറക്കില്ല എന്നല്ല, എന്നാൽ ഈ പ്രാവ് ഒരു ഒളിഞ്ഞുനോട്ടക്കാരിയായ പ്രാവിനെപ്പോലെയായിരുന്നു. അത് ഒരു ലക്ഷ്യത്തോടെയാണ് ലങ്കയിലേക്ക് വന്നത്. അത് നിശബ്ദമായി എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ലക്ഷ്യം രാവണന്റെ കൊട്ടാരമായിരുന്നു. രാവണന്റെ സ്വകാര്യ ചർച്ചാമുറിയുടെ ഏറ്റവും ഉള്ളിലേക്ക് അത് പ്രവേശിച്ചിരുന്നു. അത് കണ്ടത് അത്ഭുതകരമായിരുന്നു. പാഴാക്കാൻ സമയമില്ലായിരുന്നു. കാണാൻ ഒന്നും ബാക്കിയില്ലായിരുന്നു. പ്രാവ് സമുദ്രത്തിന് കുറുകെ 100 യോജന പറന്ന് രാമന്റെ കാൽക്കൽ വന്നു. അത് ശ്വാസം മുട്ടി ഞരങ്ങി. ഓ! പ്രാവ് രൂപാന്തരപ്പെട്ടു. വിഭീഷണൻ അതിന്റെ സ്ഥാനത്ത് എത്തി. അവന്റെ മുഖത്ത് ഒരു അടിയന്തര ഭാവം വ്യക്തമായി കാണാമായിരുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാ നേതാക്കളും ഒത്തുകൂടി. ഓ രാമ, നിങ്ങളുടെ ജീവൻ ഗുരുതരമായ അപകടത്തിലാണ്. ഞാൻ എപ്പോഴും ഭയപ്പെട്ടിരുന്ന പദ്ധതി രാവണൻ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും സങ്കീർണമാണിത്. നാം നമ്മുടെ അറിവ് ഏകീകരിക്കുകയും യഥാർത്ഥത്തിൽ ഒന്നാകുകയും വേണം. സന്നിഹിതരായ എല്ലാവരും തന്റെ മുന്നറിയിപ്പുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുഴുവൻ കാര്യത്തിലും രാമൻ വളരെ ശാന്തനായി കാണപ്പെട്ടു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, നിങ്ങളുടെ ജ്ഞാനത്തിലും മഹാന്മാരുടെ അനുഭവത്തിലും ഹനുമാന്റെ കഴിവിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഞാൻ സന്തോഷത്തോടെ അത് ചെയ്യും. അങ്ങനെ രാമൻ ലക്ഷ്മണനോടൊപ്പം യാത്ര തിരിച്ചു. മുഴുവൻ വാനരസൈന്യവും ഉടൻ തന്നെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. ആദ്യം സാഹചര്യം കുഴപ്പത്തിലാണെന്ന് തോന്നി. പക്ഷേ എല്ലാവരും സ്ഥാനം പിടിച്ചപ്പോൾ അത് വ്യക്തമായും ഒരു മികച്ച തന്ത്രമായിരുന്നു. വാനരസൈന്യം ഒരു കോട്ടമതിലിന്റെ ആകൃതിയിൽ ക്രമീകരിച്ചു. മധ്യഭാഗം ശൂന്യമായും തുറന്നും അവശേഷിപ്പിച്ചു. അങ്ങനെ സൈന്യത്തിലെ ഓരോ അംഗവും മതിലിന്റെ ഒരു ഭാഗത്ത് നിന്നു. എല്ലാ കണ്ണുകളും സുഗ്രീവനും അംഗനും സംരക്ഷിച്ച മധ്യഭാഗത്ത് കേന്ദ്രീകരിച്ചു. ഇത് ചെയ്തു കഴിഞ്ഞാൽ പദ്ധതിയുടെ രണ്ടാമത്തെയും ഏറ്റവും സങ്കീർണവുമായ ഭാഗം നടപ്പിലാക്കാൻ തുടങ്ങി. ഹനുമാനും വിഭീഷണനും മാത്രമാണ് മതിലിന് പുറത്തു നിന്നത്. ഹനുമാൻ വാൽ വിടർത്താൻ തുടങ്ങി. അവന്റെ വാൽ സൈന്യത്തിന്റെ മതിലിന് ചുറ്റും വട്ടമിടാൻ തുടങ്ങി. ഒരു പൂർണ്ണ വൃത്തത്തിനു ശേഷം വാൽ കൂടുതൽ നീണ്ടു. മുമ്പത്തേതിനു മുകളിൽ മറ്റൊരു പാളി സൃഷ്ടിച്ചു. അങ്ങനെ ഒന്നിനുപുറകെ ഒന്നായി പാളികൾ രൂപപ്പെട്ടു. താമസിയാതെ മുഴുവൻ സൈന്യവും ഹനുമാന്റെ വാൽ മതിലിനുള്ളിൽ എത്തി. 2 തട്ടുകളുള്ള ഒരു കോട്ട സൃഷ്ടിക്കപ്പെട്ടു. കോട്ടയിലേക്ക് പ്രവേശിക്കാനും പുറത്തുകടക്കാനും ഒരു ചെറിയ കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹനുമാൻ തന്നെയാണ് ഈ പ്രവേശന കവാടത്തിന് കാവൽ നിന്നത്. രാമനും ലക്ഷ്മണനും അവരുടെ ഉല്ലാസയാത്ര കഴിഞ്ഞു മടങ്ങിയെത്തിയപ്പോൾ ബുദ്ധിശക്തിയും വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും കണക്കിലെടുക്കാതെ അവരുടെ സേവനത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിൽ സൈന്യം അത്ഭുതപ്പെട്ടു. വിഭീഷണൻ അവരെ കോട്ട മതിലുകൾക്കുള്ളിലേക്ക് നയിച്ചു. രാമനും ലക്ഷ്മണനും പ്രവേശിച്ചപ്പോൾ കുരങ്ങുകളുടെ അകത്തെ മതിൽ മുഴുവൻ ആദരവോടെ വണങ്ങി. ഈ ക്രമീകരണം വശങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ടെന്ന് വിഭീഷണൻ വിശദീകരിച്ചു. പക്ഷേ ആകാശം ഇപ്പോഴും സുരക്ഷിതമല്ലായിരുന്നു. ആകാശത്ത് നിന്ന് സംരക്ഷണം നൽകാൻ സുദർശന ചക്രം വിളിക്കാൻ അദ്ദേഹം രാമനോട് ആവശ്യപ്പെട്ടു. രാമന്റെ ഒറ്റ നോട്ടത്തിൽ വിഷ്ണുവിന്റെ സുദർശന ചക്രം അകത്തേക്ക് പോയി. തിളങ്ങുന്ന ഡിസ്ക് കോട്ടയെ ചുറ്റിപ്പറ്റി കറങ്ങാൻ തുടങ്ങി. അത് ആകാശത്ത് നിന്ന് സംരക്ഷിക്കുന്നു. വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ഇതെല്ലാം രാമനും ലക്ഷ്മണനും ആ രാത്രി നന്നായി ഉറങ്ങാൻ വേണ്ടി മാത്രമാണെന്ന് വിഭീഷണൻ രാമനോട് വിശദീകരിച്ചു. രാമനും ലക്ഷ്മണനും ചിരിച്ചു. രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു ഇതെന്ന് രാമനും ലക്ഷ്മണനും ചിരിച്ചു. രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ വേണ്ടിയുള്ള വളരെ സങ്കീർണമായ ഒരു മാർഗമായി ഇത് തോന്നി. അവരുടെ നർമ്മം പിരിമുറുക്കമുള്ള സാഹചര്യം ശാന്തമാക്കി. വിഭീഷണൻ സമർത്ഥമായി സുഗ്രീവനെയും അംഗദനെയും കോട്ടമതിലിന്റെ മധ്യത്തിൽ നിർത്തി. അങ്ങനെ ആരെങ്കിലും എല്ലാ സുരക്ഷാ പാളികളും ഭേദിച്ച് രാമനെ സമീപിക്കാൻ കഴിഞ്ഞാലും അവർക്ക് പോരാടാൻ 2 ശക്തമായ മഹാശക്തികളുണ്ടാകും. സുഗ്രീവനും അംഗദനും നിലത്ത് ഇരുന്നു. രാമനും ലക്ഷ്മണനും നിലത്ത് കിടന്നു. അവരുടെ തലകൾ 2 വാനര നേതാക്കളുടെ മടിയിൽ അമർന്നു. അതേസമയം ആയിരക്കണക്കിന് ജാഗരൂകരായ ആളുകളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ ഒരു ഇരുണ്ട നിഴൽ പ്രദേശം മൂടി. രാവണന്റെ പദ്ധതിയുടെ നിർണായക ഭാഗമായിരുന്നു ഇത്. വാസ്തവത്തിൽ ഇത് രാവണന്റെ അവസാന പദ്ധതിയായിരുന്നു. ശ്രീലങ്കയിൽ രാവണനും മഹിരാവണനും തമ്മിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടന്നതായി വിഭീഷണൻ അബദ്ധവശാൽ മനസ്സിലാക്കി. ലോകത്തിലെ എല്ലാ അസുരന്മാർക്കും മഹിരാവണന്റെ മാന്ത്രിക ശക്തികളെക്കുറിച്ച് അറിയാമായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം മായാദേവിയെ ബന്ധനസ്ഥനാക്കി ബന്ധിച്ചു. സുദർശന ചക്രം കത്തുന്നത് കണ്ടയുടനെ വിഭീഷണൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന് വിഭീഷണൻ എപ്പോഴും ഒരു കുട്ടിയായിരുന്നു. ഒരു കുട്ടി ദീർഘവീക്ഷണം കാണിക്കുന്നു. കോട്ട നിലവിലുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ രാമനും ലക്ഷ്മണനും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകും.
ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹിരാവണൻ കോട്ടയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവന്റെ രൂപം രാമന്റെ പിതാവായ ദശരഥന്റെ രൂപമായി മാറി. ഹനുമാൻ ഗേറ്റിൽ രാമനെ കാത്തുനിന്നു. വിഭീഷണൻ റോന്തു ചുറ്റുന്നത് കണ്ടു. വിഭീഷണൻ ഹനുമാനെ കടന്ന് വളവ് തിരിഞ്ഞപ്പോൾ രൂപാന്തരപ്പെട്ട രാജാവ് ദശരഥൻ അകത്തു കടന്നു. "ഓ കുരങ്ങ, ഞാൻ ദശരഥ രാജാവാണ്. എന്റെ മക്കളായ രാമനെയും ലക്ഷ്മണനെയും കാണാൻ ഞാൻ വന്നിരിക്കുന്നു. വർഷങ്ങളായി അവർ അയോധ്യയിലേക്ക് മടങ്ങിവരുന്നതുവരെ എനിക്ക് കാത്തിരിക്കാനാവില്ല. അവർ ഈ പാൽക്കോട്ടിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മക്കളോടൊപ്പം താമസിക്കാൻ എന്നെ അനുവദിക്കുമോ?" ദശരഥന്റെ ഈ വാക്കുകൾ ഹനുമാനെ സ്പർശിച്ചു. വിഭീഷണന്റെ വാക്കുകൾ പ്രതിധ്വനിച്ചു. അവൻ മായയുടെ യമാനനായിരുന്നു. ഒരു സാഹസവും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാതെ, രാജാവായ ദശരഥനെ അപമാനിക്കാൻ ആഗ്രഹിക്കാതെ ഹനുമാൻ സുരക്ഷിതമായ വഴി തിരഞ്ഞെടുത്തു. "വരൂ വിഭീഷണ, ഈ കോട്ടയുടെ ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹം അനുമതി നൽകിയാലുടൻ ഞാൻ നിങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകും." ഈ വാക്കുകൾ കേട്ട ദശരഥൻ ക്ഷമാപണം നടത്തി. വിഭീഷണൻ തിരിച്ചെത്തുന്നതുവരെ കുറച്ചു മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തുമെന്ന് പറഞ്ഞു. വിഭീഷണൻ എത്തിയപ്പോൾ ഹനുമാൻ തന്റെ വരവ് ദശരഥനെ അറിയിച്ചു. വിഭീഷണൻ ഉടനെ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു, "നിന്റെ അച്ഛൻ വന്നാലും എന്റെ അനുവാദമില്ലാതെ അവനെ അകത്തേക്ക് കടത്തിവിടരുത്." ഈ കർശനമായ മുന്നറിയിപ്പോടെ അദ്ദേഹം 4 ദിശകളിലും റോന്തു ചുറ്റി. വിഭീഷണൻ പോയ ഉടനെ രാമന്റെ സഹോദരൻ ഭരതൻ എത്തി. രാമനെ കാണാൻ അദ്ദേഹവും അതേ അപേക്ഷ നടത്തി. താൻ തിരിച്ചുവരുന്നതുവരെ കാത്തിരിക്കാൻ ഹനുമാൻ വിഭീഷണനോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു. ഭരതൻ തിടുക്കത്തിൽ പോയി. വിഭീഷണൻ തിരിച്ചെത്തി ഭരതന്റെ വരവ് അറിയിച്ചപ്പോൾ അദ്ദേഹം അതേ നിർദ്ദേശങ്ങൾ ആവർത്തിച്ചു. "നിങ്ങളുടെ പിതാവ് വന്നാലും എന്റെ അനുവാദമില്ലാതെ അവനെ അകത്തേക്ക് കടത്തിവിടരുത്." കുറച്ചു കഴിഞ്ഞപ്പോൾ രാമന്റെ അമ്മ കൗസല്യ വന്നുപോയി. അപ്പോൾ സീതയുടെ പിതാവായ ജനകനെത്തി. ഹനുമാൻ കോട്ടയിൽ കയറാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം ഹനുമാനുമായി തർക്കിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു വലിയ ഗർജനം കേട്ടു. ജനകൻ പെട്ടെന്ന് പശുവിനൊപ്പം ഓടിപ്പോയി. കോട്ടയുടെ മറ്റേ അറ്റത്തു നിന്ന് വിഭീഷണൻ പുറത്തുവന്നു. അവന്റെ ധൈര്യത്തിൽ ചിരിച്ചു. അദ്ദേഹം വീണ്ടും ഹനുമാന് മുന്നറിയിപ്പ് നൽകി, "നിങ്ങളുടെ പിതാവ് വന്നാലും എന്റെ അനുവാദമില്ലാതെ അവനെ അകത്തേക്ക് കടത്തിവിടരുത്." വിഭീഷണൻ പട്രോളിംഗ് പുനരാരംഭിച്ചു. ഈ അനുഭവത്തിനു ശേഷം വിഭീഷണൻ തിരിച്ചെത്തുന്നതുവരെ വരുന്ന ആരെയും പിടികൂടാൻ ഹനുമാൻ തീരുമാനിച്ചു. അദ്ദേഹം യഥാർത്ഥത്തിൽ വേഷം മാറി മഹിരാവണനാണെങ്കിൽ അവനെ വേഗത്തിൽ പിടികൂടുന്നതാണ് നല്ലത്. വിഭീഷണൻ വീണ്ടും മടങ്ങി. ഹനുമാൻ ആശയക്കുഴപ്പത്തിലായി. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയത്? അല്പം വൈകിയാണ് അദ്ദേഹം തിരിച്ചുവന്നത്. ഹനുമാന്റെ മുഖത്ത് ആശയക്കുഴപ്പം നിറഞ്ഞ ഭാവം കണ്ട വിഭീഷണൻ പറഞ്ഞു, "ഹേ ഹനുമാൻ, ഈ രാത്രി ഞാൻ പ്രതീക്ഷിച്ചതിലും സങ്കീർണമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാമനും ലക്ഷ്മണനും നമ്മുടെ ജാഗ്രതയേക്കാൾ കൂടുതൽ സംരക്ഷണം ആവശ്യമാണ്. ഏതെങ്കിലും ദുഷ്ടകണ്ണിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അവരുടെ കൈകളിൽ കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക പുണ്യനൂൽ എനിക്കുണ്ട്. സഹോദരന്മാരെ കെട്ടിയ ശേഷം ഞാൻ മടങ്ങുന്നതുവരെ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. മഹിരാവണൻ ഇപ്പോൾ പൂർണ്ണ വേഗതയിലാണ്." ഇതോടെ വിഭീഷണൻ ഹനുമാന്റെ മുതുകിൽ തട്ടി ഹനുമാന്റെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ഒരു കൗശലമുള്ള പുഞ്ചിരിയോടെ കോട്ടയിലേക്ക് പ്രവേശിച്ചു. ഹനുമാന് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല. ഇന്ന് എല്ലാം ഒരു മിഥ്യ പോലെ തോന്നി. കോട്ടയിൽ പ്രവേശിച്ച വിഭീഷണൻ വിശ്രമിക്കുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ തന്നെ കണ്ടെത്തി. അവൻ കൈകൾ തുറന്നു, മുഖത്തിനു മുന്നിൽ തിരശ്ചീനമായി പിടിച്ചു, വായിൽ നിന്ന് വായു ഊതി ചുറ്റും കറങ്ങി. നേർത്ത പിങ്ക് നിറത്തിലുള്ള പൊടി വേഗത്തിൽ പുറത്തേക്ക് വന്നു. അവർ പ്രതികരിക്കുന്നതിനു മുമ്പ് അവിടെ നിന്നിരുന്ന എല്ലാ കുരങ്ങുകളും ബോധരഹിതരായി വീണു. സുഗ്രീവനും അംഗദനും മൂക്കിൽ തൊടുന്നതിനു മുമ്പ് അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സമയമില്ലായിരുന്നു. ആയുധങ്ങളുമായി വീണുകിടക്കുന്ന വാനര സൈന്യത്തിന്റെ നിലവിളി കോട്ടയ്ക്ക് പുറത്ത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഹനുമാൻ ഭയന്നുവിറച്ചു. അകത്തേക്ക് ഓടാൻ ആഗ്രഹിച്ചു. പക്ഷേ തന്റെ സ്ഥാനത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അതേസമയം വിഭീഷണൻ തന്റെ പട്രോളിംഗിലായിരുന്നു. അവൻ ചുഴലിക്കാറ്റിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവൻ ഇപ്പോൾ വന്നതേയുള്ളൂ. വിഭീഷണൻ ഇവിടെയുണ്ടെങ്കിൽ ആരാണ് അകത്ത് വന്നത്? വിഭീഷണൻ ഇവിടെയുണ്ടെങ്കിൽ ഇത് ആരാണ്? ഹനുമാൻ വിഭീഷണന്റെ തോളിൽ പിടിച്ചു ശക്തമായി കുലുക്കാൻ തുടങ്ങി. "നീ ഇവിടെയുണ്ടെങ്കിൽ രാമന്റെ കൈകളിൽ പൂണൂൽ കെട്ടാൻ ആരാണ് പോയത്? നീ ആരാണ്? ഇതെല്ലാം രാമനെ പിടികൂടി രാവണനെ വിജയിപ്പിക്കാനുള്ള നിങ്ങളുടെ പദ്ധതിയായിരുന്നു. നീ ഒരു മനുഷ്യസ്നേഹിയായി പ്രവർത്തിച്ചു. എല്ലാത്തിനുമുപരി നീ ഒരു രാക്ഷസനാണ്. എന്തിനാണ് നീ ഇത് ചെയ്തത്?" വിഭീഷണൻ ഉടൻ തന്നെ രാമനെക്കുറിച്ച് വിഷമിച്ചു. പക്ഷേ ഹനുമാൻ അവനെ മുറുകെ പിടിച്ചു. അവന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിഞ്ഞില്ല. "ഹനുമാ, മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ഞാൻ യഥാർത്ഥ വിഭീഷണനാണ്. മഹിരാവണൻ അകത്തേക്ക് പോയി. രാമനാണ് കുഴപ്പത്തിൽ. ഞാൻ രാമനെ ഏതെങ്കിലും വിധത്തിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ബ്രാഹ്മണനെയോ പശുവിനെയോ കൊന്ന പാപത്തിന് ഞാൻ കുറ്റക്കാരനായിരിക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ പരമാവധി ശ്രമിച്ചു. വിഭീഷണന്റെ വാക്കുകളിൽ ഹനുമാൻ ആകൃഷ്ടനായില്ല. ഒരു ബ്രാഹ്മണന്റെയോ പശുവിന്റെയോ മരണത്തിൽ ഒരു രാക്ഷസൻ എന്തിനു വിഷമിക്കണം? ഹനുമാൻ തന്റെ നിരപരാധിത്വം വിശ്വസിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. തുടർന്ന് പറഞ്ഞു, ഹനുമാ, ശ്രദ്ധാപൂർവം ചിന്തിക്കുക. ഞാൻ എങ്ങനെ രാവണന്റെ ചാരനാകും? രാവണന്റെ എത്ര ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. രാവണന്റെ എത്ര പദ്ധതികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരാജയപ്പെടുത്തി. എന്റെ സ്വന്തം മകൻ യുദ്ധത്തിൽ മരിക്കാൻ ഞാൻ അനുവദിച്ചു. എന്റെ സത്യസന്ധതയ്ക്ക് എനിക്ക് കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? സംശയിക്കാനുള്ള സമയമല്ല, സഹകരിച്ച് രാമനെ സേവിക്കാനുള്ള സമയമാണിത്. രാമന് ഇപ്പോൾ നമ്മെ ആവശ്യമുണ്ട്. വിഭീഷണന്റെ വാക്കുകളിൽ ശക്തി കണ്ടെത്തിയ ഹനുമാൻ തന്റെ തീയെട്ടി അയഞ്ഞു. അവന്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞു. അവൻ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തു. അയാൾ തെറ്റായ ആളെ അകത്തു കടത്തിവിട്ടു എന്നു മാത്രമല്ല, ശരിയായ ആളെ സംശയിക്കുകയും ചെയ്തു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ വിഭീഷണൻ കോട്ടയിൽ പ്രവേശിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ അവനെ പിന്തുടർന്ന് കോട്ട തകർത്തു. അവന്റെ മുന്നിൽ തെളിഞ്ഞ കാഴ്ച ഭയാനകമായിരുന്നു. എല്ലാ കുരങ്ങന്മാരും ബോധരഹിതരായി കിടന്നു. നടുവിൽ സുഗ്രീവനും അംഗനും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ കാലുകൾ വളഞ്ഞു. അവരുടെ ഉണർവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഏറ്റവും ദാരുണമായ കാര്യം രാമനും ലക്ഷ്മണനും അപ്രത്യക്ഷരായി എന്നതാണ്. അവർ വിശ്രമിച്ചിടത്ത് അനന്തമായ ഒരു തുരങ്കമുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായി തോന്നിയ വിഭീഷണൻ പൊട്ടിക്കരഞ്ഞു, ഉറക്കെ കരഞ്ഞു. ദുഃഖവും നിരാശയും ഉണ്ടായിരുന്നിട്ടും ബോധം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിനായി ഹനുമാൻ എല്ലാ വാനര യോദ്ധാക്കളുടെയും മുഖത്ത് വെള്ളം തളിച്ചു. താമസിയാതെ എല്ലാ കുരങ്ങന്മാരും ജീവൻ നഷ്ടപ്പെട്ടതിനാൽ കരഞ്ഞു. അവരിൽ ആർക്കും വ്യക്തമായി ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അത് അസാധ്യമായിരുന്നു. നായകൻ പറഞ്ഞു, രാമനെ അന്വേഷിക്കാൻ ഞങ്ങൾ ഹനുമാനെ അയക്കും. അവൻ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ്. കഷ്ടപ്പെടുന്നവരുടെ ഏക സുഹൃത്ത് ഹനുമാനാണെന്ന് എല്ലാ കുരങ്ങന്മാരും സമ്മതിച്ചു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും അനുഗ്രഹം ലഭിച്ച ശേഷം ഹനുമാൻ തുരങ്കത്തിലേക്ക് തലകുനിച്ച് ചാടി. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ അത് ഒരു സ്വതന്ത്ര വീഴ്ചയായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ശക്തി അവനെ വലിച്ചിഴക്കാൻ തുടങ്ങി. വേഗത വർദ്ധിച്ചു. കാറ്റിന്റെ മകനുപോലും വഴങ്ങാത്തത്ര വേഗത്തിൽ. പെട്ടെന്ന് അവൻ ഗ്രിഡിൽ നിന്ന് ചാടി നിലത്തേക്ക് വീണു. ആ ശക്തി അവനെ കുറച്ചുനേരം ഉരുണ്ടുകൂടാൻ പ്രേരിപ്പിച്ചു. പിന്നീട് സമനില വീണ്ടെടുത്തു. തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹനുമാൻ മനസ്സിലാക്കിയപ്പോൾ വീഴാതിരിക്കാൻ അവൻ ഒരു സാധാരണ കുരങ്ങനായി രൂപാന്തരപ്പെട്ടു. പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. ചുറ്റും നോക്കിയപ്പോൾ പതലോക എന്ന മാന്ത്രിക നഗരത്തിൽ അവൻ സ്വയം കണ്ടെത്തി. വിചിത്രമായ സ്ഥലം പരിശോധിക്കാൻ അയാൾ രഹസ്യമായി ഒരു മരത്തിൽ കയറി. കയറുമ്പോൾ ഒരു ശാഖ ഒടിഞ്ഞു വീണു. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ ആ കൊച്ചു കുരങ്ങിൽ കേന്ദ്രീകരിച്ചു. ഒരു മനുഷ്യൻ പറഞ്ഞു, പാതാളലോകത്തിൽ ഞാൻ ഒരു കുരങ്ങിനെ കാണുന്നത് ഇതാദ്യമാണ്. അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് അത്ഭുതമുണ്ട്. ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന ഒരു വൃദ്ധ ഒരു മരത്തിനരികിലേക്ക് പോയി നാടകീയമായി വിളിച്ചു പറഞ്ഞു, നമ്മുടെ രാജാവ് മരിച്ചു. ഈ നഗരം നശിപ്പിക്കപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ഒരു ജനക്കൂട്ടം അവളുടെ ചുറ്റും തടിച്ചുകൂടി. അവൾ കുരങ്ങിനെ ചൂണ്ടി നെഞ്ചിലടിച്ചു. അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ ജനക്കൂട്ടം ചുറ്റും കൂടിയപ്പോൾ അവൾ തന്റെ നാടകം തുടർന്നു. നമ്മുടെ രാജാവിന് നമ്മിൽ നിന്ന് മറച്ചുവെക്കുന്ന ഒരു രഹസ്യമുണ്ട്. അവൻ ശപിക്കപ്പെട്ടവനാണ്. മനുഷ്യരും കുരങ്ങന്മാരും ഈ നഗരത്തിൽ പ്രവേശിക്കുന്ന ദിവസം രാജാവ് മരിക്കുമെന്നും നഗരം നശിപ്പിക്കപ്പെടുമെന്നും ശാപത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ രാജാവ് 2 സുന്ദരന്മാരെ സ്വാഗതം ചെയ്തതായി ഞാൻ കേട്ടു. ഇപ്പോൾ ഈ കുരങ്ങൻ നഗരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജോലി പൂർത്തിയാക്കി ഉടൻ നഗരം വിടാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സ്വയം രക്ഷിക്കൂ, രാജാവ് തന്നെയും രക്ഷിക്കട്ടെ. കുരങ്ങൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ആ 2 സുന്ദരന്മാർ ശ്രീരാമനും ലക്ഷ്മണനും ആയിരിക്കണം. കാണികൾക്കിടയിലെ കുഴപ്പങ്ങൾ വർദ്ധിച്ചപ്പോൾ അവൻ അവരെ കണ്ടില്ല. അവൻ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി മനോഹരമായ ഒരു തടാകത്തിലെത്തി. അവിടെ വെള്ളം എടുക്കാൻ വരുന്ന നിരവധി സ്ത്രീകളെ അവൻ കണ്ടു. ഒരു കൂട്ടം ആവേശത്തോടെ സംസാരിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ഇന്ന് കൊട്ടാരത്തിൽ എന്താണ് നടക്കുന്നത്? അകത്ത് നിന്ന് സംഗീതം വരുന്നത് എന്തുകൊണ്ടാണ്? അകത്ത് പോയി അത്തരം സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിൽ ബ്രാഹ്മണർ ഇത്ര സന്തോഷിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഉള്ളിലെ കഥ പറയാമോ? കൊട്ടാരത്തിന്റെ അകത്തെ അറകളിൽ ജോലി ചെയ്യുന്ന ഒരു വൃദ്ധ സ്ത്രീയോട് കൗതുകമുള്ള ഒരു സ്ത്രീ ചോദിച്ചു. സർ, ഇത് വളരെ രഹസ്യമാണ്. ആരോടും പറയാൻ ധൈര്യപ്പെടരുത്. വൈകുന്നേരം ദേവി മഹാമായയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക യജ്ഞമുണ്ടാകും. നരബലി. രാജാവ് 2 സുന്ദരികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. തുടരുന്നു. ഹനുമാൻ 9.